KPCC അധ്യക്ഷ സ്ഥാനത്ത് കെ സുധാകരൻ തന്നെ തുടരാൻ ധാരണ. തലപ്പത്ത് നേതൃമാറ്റം ഇപ്പോൾ വേണ്ടെന്ന് കെ സുധാകരനുമായി കോൺഗ്രസ് ദേശീയ നേതൃത്വം ഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ ധാരണയായി. അതേസമയം KPCC DCC പുനഃസംഘടന ഉടൻ പൂർത്തിയാക്കാൻ സുധാകരന് ദേശീയ നേതൃത്വം നിർദ്ദേശം നൽകി. തലപ്പത്ത് നേതൃമാറ്റം ഉണ്ടായേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ രാഹുൽ ഗാന്ധിയാണ് KPCC അധ്യക്ഷൻ കെ സുധാകരനെ കഴിഞ്ഞ ദിവസം ഡൽഹിക്ക് വിളിപ്പിച്ചത്. 2 ദിവസങ്ങളിലായി കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവർക്ക് പുറമെ AICC സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായും KPCC അധ്യക്ഷൻ കൂടിക്കാഴ്ച നടത്തി. KPCC DCC പുനഃസംഘടന ഉടൻ പൂർത്തിയാക്കാനാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം. തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന പശ്ചാത്തലത്തിൽ സംഘടനയെ ശക്തമാക്കുന്ന നടപടികൾ അടിയന്തരമായി സ്വീകരിക്കാനും ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടു. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് പാർട്ടി തലത്തിൽ ധനസമാഹരണം നടത്താനും കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ കെ സുധാകരനോട് ആവശ്യപ്പെട്ടു. ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യവുമായി സംസ്ഥാനത്തെ ഒരു വിഭാഗം നേതാക്കൾ ദേശീയ നേതൃത്വത്തെ സമീപിച്ചെങ്കിലും സാമുദായിക സമവാക്യങ്ങളും പകരക്കാരനെ കണ്ടെത്തുന്നതിലെ തർക്കങ്ങളുമാണ് സുധാകരന് തുണയായത്. ആന്റോ ആന്റണി, കൊടിക്കുന്നിൽ സുരേഷ്, ബെന്നി ബെഹനാൻ തുടങ്ങിയവർ KPCC അധ്യക്ഷ സ്ഥാനത്തിന് വേണ്ടി അവകാശവാദം ഉന്നയിച്ചെങ്കിലും തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന പശ്ചാത്തലത്തിൽ തലപ്പത്ത് പൊളിച്ചെടുത്തിന് മുതിർന്നാൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് പ്രവർത്തക സമിതി അംഗങ്ങളായ ശശി തരൂരും രമേശ് ചെന്നിത്തലയും ഹൈക്കമാൻഡ് നേതൃത്വത്തെ നിലപാട് അറിയിക്കുകയായിരുന്നു. അധ്യക്ഷ സ്ഥാനത്ത് സുധാകരൻ തുടരട്ടെയെന്ന് മുതിർന്ന നേതാക്കളായ AK ആന്റണിയും വയലാർ രവിയും സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും അറിയിച്ചതോടെയാണ് അധ്യക്ഷനെ ഉൾപ്പെടെ മാറ്റിക്കൊണ്ടുള്ള സമ്പൂർണ്ണ പുനഃസംഘടനയിൽ നിന്ന് നേതൃത്വം അയഞ്ഞത്. അതേസമയം സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഭാരവാഹികളുടെ പ്രവർത്തനം വിലയിരുത്തി മുഖം നോക്കാതെ നടപടി സ്വീകരിക്കാൻ കെ സുധാകരന് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകി. ഡാൻ കുര്യൻ, News 18, തിരുവനന്തപുരം. ഡാൻ കുര്യന്റെ ഈ വാർത്ത സ്ഥിരീകരിക്കുന്ന പ്രതികരണമാണ് പിന്നീട് KPCC അധ്യക്ഷൻ കെ സുധാകരനിൽ നിന്നും ഉണ്ടാകുന്നത്. പുതിയ KPCC അധ്യക്ഷനെ കുറിച്ച് ഒരു ചർച്ചയുമില്ലെന്നാണ് സുധാകരന്റെ പ്രതികരണം. KPCC അധ്യക്ഷൻ മാറേണ്ട സാഹചര്യമില്ല. അധ്യക്ഷനെ മാറ്റുന്നത് ഹൈക്കമാൻഡ് ഇതുവരെ സൂചിപ്പിച്ചിട്ടില്ല, ആരുടെ പേരും നിർദ്ദേശിച്ചിട്ടില്ല. ഇന്നലത്തെ ചർച്ചയിൽ താൻ പൂർണ്ണ സംതൃപ്തനെന്നും കെ സുധാകരൻ പറയുന്നു. തുടരുന്നില്ല എന്നൊന്നും ആരോടും അല്ല, ഹൈക്കമാൻഡ് നിങ്ങൾക്ക് പിന്നെ 1 കിട്ടിയാൽ 10 ആക്കുമല്ലോ. ഈ അധ്യക്ഷ സ്ഥാനത്തുള്ള ഒരു മാറ്റം അനിവാര്യമായ സാഹചര്യം കേരളത്തിലെ കോൺഗ്രസിനുണ്ട്. അങ്ങനെയാണ് നിരന്തരമായി ചർച്ച ചെയ്താണ്. അങ്ങനെ ഒരു ആവശ്യമുണ്ട് എന്നുള്ളൊരു തോന്നൽ എനിക്കില്ല. അത് പക്ഷേ എന്റെ പ്രവർത്തനവും അല്ലെങ്കിൽ ഇവിടുത്തെ പ്രവർത്തനങ്ങളും വിലയിരുത്തുന്നത് എന്റെ ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡിൽ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഐ വിൽ അക്സെപ്റ്റ്. ഞാൻ 6 പേരും നിർദ്ദേശിച്ചിട്ടുണ്ട്. നിർദ്ദേശിക്കണമെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം വരണ്ടേ. മാറ്റുന്നു എന്ന് വന്നാലല്ലേ നിർദ്ദേശം. മാറ്റുന്നു എന്ന് പറയാതെയും തീരുമാനം എടുക്കാതെയും ആരെങ്കിലും പേര് നിർദ്ദേശിക്കുന്നെങ്കിൽ അത് തലക്കസുഖം വരുന്ന കെ സുധാകരന്റെ വാക്കുകൾ വളരെ വ്യക്തമാണ്. ഡാൻ കുര്യൻ തന്നെ നമുക്കൊപ്പം ചേരുന്നു. ഡാൻ, മറ്റു പല രീതിയിലും വാർത്തകൾ വന്നിരുന്നപ്പോഴാണ് ഡാൻ തുടർച്ചയായി തന്നെ പറയുന്നു സുധാകരൻ തുടരുമെന്ന് ഉറപ്പിച്ചു പറയുന്നു. അത് വളരെ വ്യക്തമെന്ന് സുധാകരൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ സുധാകരൻ തന്നെ തുടരട്ടെ എന്ന തീരുമാനത്തിലേക്ക് എങ്ങനെയാണ് ഹൈക്കമാൻഡ് എത്തിയത്? കേരളത്തിൽ ഒരു മാറ്റം ഇപ്പോൾ സാധ്യമല്ല എന്നതാണോ അവരുടെ വിലയിരുത്തൽ? KPCC അധ്യക്ഷ സ്ഥാനത്ത് മാറ്റമുണ്ടാവില്ല. അക്കാര്യത്തിൽ News 18 വാർത്ത സ്ഥിരീകരിക്കുന്നു. സുധാകരൻ തന്നെ മാറുന്ന സാഹചര്യം ഇപ്പോഴില്ല, അത്തരം ആലോചനകളില്ല എന്ന് തന്നെ സുധാകരൻ തന്നെ വ്യക്തമാക്കുന്നു. എന്തായാലും ഹൈക്കമാൻഡ് തന്റെ പ്രവർത്തനത്തിൽ തൃപ്തിയുണ്ട് എന്ന് തന്നെയാണ് സുധാകരൻ മുന്നോട്ട് വയ്ക്കുന്ന സൂചന. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, പലതരത്തിലുള്ള വ്യത്യസ്തമായ വാർത്തകൾ വരുമ്പോഴും ഡാൻ ഉറച്ചു നിന്നിരുന്നു സുധാകരൻ മാറില്ല എന്ന കാര്യത്തിൽ. അതുതന്നെയാണ് ഹൈക്കമാൻഡ് എത്തിയത്. യഥാർത്ഥത്തിൽ സുധാകരന്റെ പ്രവർത്തനത്തിൽ അതൃപ്തി ഉണ്ടെങ്കിലും അല്ലെങ്കിൽ മാറ്റേണ്ട സാഹചര്യം ഉണ്ടെങ്കിലും ഇപ്പോൾ കേരളത്തിൽ അതങ്ങനെ മാറ്റാൻ കഴിയാത്ത സാഹചര്യമാണ് എന്ന വിലയിരുത്തലാണോ ഹൈക്കമാൻഡ് എത്തിയിരിക്കുന്നത്? അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് KPCC അധ്യക്ഷൻ സുധാകരനെ മാറ്റും എന്ന തരത്തിലുള്ള വ്യാപകമായ വാർത്തകളാണ് ഇന്നലെ വൈകുന്നേരം മുതൽ പ്രചരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഡൽഹിയിലെ നമുക്ക് ഏറ്റവും വിശ്വസിക്കാവുന്ന നമ്മുടെ സോഴ്സുകളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇപ്പോൾ അധ്യക്ഷനെ മാറ്റിക്കൊണ്ടൊരു പുനഃസംഘടന നടക്കില്ല. KPCCയിലും DCCയിലും പുനഃസംഘടന ഉണ്ടാകും. പക്ഷെ അതിന് നേതൃത്വം നൽകുന്നത് സുധാകരൻ തന്നെ ആയിരിക്കും. അതിനുള്ള പൂർണ്ണമായ
അധികാരം സുധാകരന് ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്നുവെന്ന വിവരങ്ങൾ നമ്മൾ ഇന്നലെ വൈകിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. അത് സ്ഥിരീകരിക്കുന്ന വാക്കുകളാണ് ഇപ്പോൾ KPCC അധ്യക്ഷന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ ആരോഗ്യ വശങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സുധാകരനെ മാറ്റണം എന്ന ആവശ്യവുമായി ഒരു വിഭാഗം നേതാക്കൾ ഹൈക്കമാൻഡിനെ സമീപിച്ചത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകൾ ഹൈക്കമാൻഡ് നടത്തി. പക്ഷെ അവർക്ക് ബോധ്യപ്പെട്ടത് അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന നേതാക്കൾ തന്നെയാണ് ഇത്തരം ചർച്ചകൾക്ക് പിന്നിൽ എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് സുധാകരനെ മാറ്റിയാൽ മറ്റാര് അധ്യക്ഷനാകുമെന്ന ചർച്ച വലിയ തരത്തിൽ പ്രചരിക്കുന്നതിനിടയിൽ അവിടെ പലതരത്തിൽ പേരുകൾ വന്നു. ഏറ്റവും ഒടുവിൽ 4 പേരുകളാണ് സജീവമായി ഹൈക്കമാൻഡിന്റെ പരിഗണനയിലേക്ക് വന്നത്. അവിടെ ആന്റോ ആന്റണി, ബെന്നി ബെഹനൻ, അതോടൊപ്പം റോജി എം ജോൺ. അതിനിടയിലാണ് കൊടിക്കുന്നിൽ സുരേഷും ദളിത് പ്രാതിനിധ്യം വേണം KPCC അധ്യക്ഷ സ്ഥാനത്ത് എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. അങ്ങനെ സുധാകരനെ റീപ്ലേസ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ അവിടേക്ക് ആരെ പരിഗണിക്കുമെന്നത് നേതൃത്വത്തിന് മുമ്പിൽ വലിയ തലവേദനയായി മാറി. മാത്രവുമല്ല, തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുക്കങ്ങൾ നടക്കുന്നു. അതിനിടയിൽ സാമുദായിക സമവാക്യങ്ങളിൽ ഒരു പാളിച്ച സംഭവിച്ചാൽ കോൺഗ്രസിന് വലിയ വില നൽകേണ്ടി വരുമെന്നൊരു വിലയിരുത്തൽ കൂടിയുണ്ടായി. അതാണ് ഇപ്പോൾ അങ്ങനെ ഒരു മാറ്റത്തിന്റെ ആവശ്യമില്ല, നിലവിൽ തൽസ്ഥിതി തുടരട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് നേതൃത്വം എത്തിയത്. അതോടൊപ്പം തന്നെ 2021 ഒരു പാക്കേജായാണ് താനും അതോടൊപ്പം പ്രതിപക്ഷ നേതാവ് VD സതീശനും പാർട്ടിയുടെയും അതോടൊപ്പം തന്നെ പാർലമെന്ററി പാർട്ടിയുടെയും ചുമതലകളിലേക്ക് എത്തുന്നത്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റങ്ങൾക്ക് ഇപ്പോൾ തയ്യാറായാൽ അത് സമഗ്രമായ പൊളിച്ചെഴുത്താകണം. പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് VD സതീശനെ മാറ്റണമെന്ന ആവശ്യം KPCC അധ്യക്ഷൻ K സുധാകരനെ അനുകൂലിക്കുന്ന വിഭാഗം മുമ്പോട്ട് വെക്കുകയായിരുന്നു. അവിടെയാണ് ഇപ്പോൾ അങ്ങനെയുള്ള ഒരു സമഗ്രമായ പൊളിച്ചെഴുത്തിലേക്ക് കടന്നുകൊണ്ട് സംഘടനയെ ദുർബലപ്പെടുത്തുന്ന നടപടികൾ വേണ്ട എന്നൊരു തീരുമാനം നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇതിൽ പ്രധാനമായി മാറിയത് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങളായ രമേശ് ചെന്നിത്തലയും ശശി തരൂരും ഹൈക്കമാൻഡിനെ അറിയിച്ച വിവരങ്ങൾ തന്നെയാണ്. അതായത് ഇപ്പോൾ സുധാകരനെ മാറ്റിക്കൊണ്ടൊരു പൊളിച്ചെഴുത്തിലേക്ക് കടന്നാൽ അതിന് പാർട്ടി വില നൽകേണ്ടി വരും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്ന് പറഞ്ഞു. അതോടൊപ്പം അതോടൊപ്പം AK ആന്റണി, അതോടൊപ്പം തന്നെ വയലാർ രവി, മുതിർന്ന നേതാക്കളായ AK ആന്റണിയും വയലാർ രവിയും സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ഫോണിൽ വിളിച്ച് ഇപ്പോൾ ഒരു മാറ്റത്തിന്റെ ആവശ്യമില്ല, അത് പാർട്ടിയെ ദുർബലപ്പെടുത്തുകയുള്ളൂ എന്ന കൃത്യമായ സന്ദേശം കൈമാറി. അവിടെയാണ് മല്ലികാർജ്ജുന ഖാർഗെ, കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ കൂടിയായ മല്ലികാർജ്ജുന ഖാർഗെ, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധി എന്നിവർ കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. തൽക്കാലം തലപ്പത്ത് അഴിച്ചുപണി വേണ്ട, ഇങ്ങനെ തന്നെ സ്ഥിതി തുടരട്ടെ, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലം എങ്ങനെ വരുമെന്നറിയാം, അതിനുശേഷം മതി അങ്ങനെയുള്ള കൂടിയാലോചനകൾ എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയും പൊതുസംഘടന താഴെത്തട്ടിൽ നടത്താനുള്ള പൂർണ്ണമായ അധികാരം KPCC അധ്യക്ഷന് കൈമാറിക്കൊണ്ട് കൃത്യമായ നിർദ്ദേശം അവർ നൽകുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും അടുത്ത ദിവസം അദ്ദേഹം തലസ്ഥാനത്തേക്ക് എത്തുകയാണ്. ഈ ആഴ്ച തന്നെ പൊതുസംഘടനാ വിഷയത്തിൽ കൃത്യമായൊരു തീരുമാനമുണ്ടാകും. സമഗ്രമായ പൊളിച്ചെഴുത്ത് DCC ഭാരവാഹിത്വത്തിലടക്കം ഉണ്ടാകുമെന്ന് വ്യക്തമാക്കുന്ന സൂചനകളാണ് ഡൽഹിയിൽ നിന്നിപ്പോൾ പുറത്തുവരുന്നത്. ഡാൻ, ഈ സുധാകരൻ മാറും അല്ലെങ്കിൽ സുധാകരനെ മാറ്റണം, ഈ നിലപാടുള്ളവർ കേരളത്തിലുണ്ടല്ലോ. അവരെ സംബന്ധിച്ച് നിരാശപ്പെടുന്ന തീരുമാനമാണ് ഉണ്ടാവുന്നത്. സ്വാഭാവികമായും അവരൊക്കെ ഈ തീരുമാനത്തോട് പൊരുത്തപ്പെടേണ്ടി വരും. അങ്ങനെയെങ്കിൽ DCC തല പുനഃസംഘടന അത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപായി തന്നെ നടക്കാനാണോ സാധ്യത? ആഴ്ചകൾക്കുള്ളിൽ തന്നെ അത് ഉണ്ടാകുമെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സൂചനകൾ. കാരണം ഞാൻ അത് തന്നെയാണ് ആദ്യം സൂചിപ്പിച്ചത്, ഈ അനാരോഗ്യമാണോ യഥാർത്ഥ പ്രശ്നമെന്ന് വിലയിരുത്താനാണ് ഹൈക്കമാൻഡ് കൃത്യമായി ആദ്യം തന്നെ ശ്രമിച്ചത്. അവിടെ ദീപദാസ് മുൻഷി ദേശീയ നേതൃത്വത്തിന് ഒരു റിപ്പോർട്ട് കൈമാറിയിരുന്നു. പക്ഷേ ദീപദാസ് മുൻഷിയുടെ റിപ്പോർട്ടിനെ സ്വാധീനിക്കാൻ ഈ കേരളത്തിൽ നിന്നുള്ള ചില പ്രമുഖ നേതാക്കൾ ശ്രമിച്ചുവെന്ന് ഹൈക്കമാൻഡ് നേതൃത്വം പിന്നീട് വിലയിരുത്തി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേരളത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാക്കളുമായി ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഡൽഹിയിൽ വെച്ച് കോൺഗ്രസ് നേതൃത്വം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അവിടെയാണ് ഒറ്റക്കെട്ടായി മുമ്പോട്ട് പോകണം, ജീവൻ മരണ പോരാട്ടമാണ് കോൺഗ്രസ് കേരളത്തിൽ നടത്തുന്നത്, ഒരു തവണ കൂടി അധികാരത്തിൽ നിന്ന് പുറത്തിരിക്കുന്ന സാഹചര്യമുണ്ടായാൽ പാർട്ടി ശിഥിലമായി പോകുന്ന ഒരു പശ്ചാത്തലമുണ്ടാകും. അതുകൊണ്ട് ഈഗോ പ്രശ്നങ്ങളൊക്കെ മറന്ന് നേതൃത്വം ഒറ്റക്കെട്ടായി മുമ്പോട്ട് പോകണം. മുഖ്യമന്ത്രി ആരാണ് എന്നുള്ളത് അധികാരത്തിൽ വന്നാൽ മാത്രം ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. അതിലേക്ക് ഇപ്പോൾ കടക്കേണ്ടതിൽ ഇരുന്നിട്ട് കാല് നീട്ടിയാൽ മതി എന്നൊരു സമീപനം ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അത് കേരളത്തിലെ നേതൃത്വം മുഴുവൻ ഏറ്റെടുക്കുകയായിരുന്നു. അതിനിടയിലാണ് വീണ്ടും ഈ അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലിയുണ്ടായ തർക്കമുണ്ടായത്. അവിടെ ഏറ്റവും പ്രധാനമായി മാറിയത് ഈ പാർട്ടി കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അഹമ്മദാബാദിൽ ചേർന്ന സെഷനിൽ പ്രധാനപ്പെട്ട ഒരു വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിലേക്ക് കടന്നിരുന്നു. അവിടെ
DCC അധ്യക്ഷന്മാർക്കും KPCC തലത്തിലും KPCC അധ്യക്ഷനുമൊക്കെ കുറച്ചുകൂടി അധികാരം നൽകുന്ന തരത്തിലേക്കാണ് ഈ തീരുമാനങ്ങൾ എത്തിയത്. അങ്ങനെ വന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ KPCC അധ്യക്ഷന് നിർണായകമായൊരു പങ്കുണ്ടാകും. അതായത് ആരാകണം ഓരോ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥി എന്ന് നിശ്ചയിക്കുന്നതിൽ KPCCയുടെ തീരുമാനം നിർണായകമാകും. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് ഈ സ്ഥാനാർത്ഥി നിർണയത്തെ സ്വാധീനിക്കുന്നതിന് വേണ്ടി ഒരു വിഭാഗം നടത്തിയ ബോധപൂർവമായ നീക്കമാണ് KPCC അധ്യക്ഷനെ മാറ്റിക്കൊണ്ട് മറ്റൊരാളെ അവിടെ പ്ലേസ് ചെയ്യണം എന്ന തരത്തിലുണ്ടായത് എന്നൊരു വിലയിരുത്തലാണ് ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അവിടെ സുധാകരന് തുണയായത് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ഈഴവ സമുദായം എന്ന ഒരു ഫാക്ടർ, അതോടൊപ്പം തന്നെ ആ സ്ഥാനത്തിനു വേണ്ടി അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് 1 ഡസനിലധികം പേരുകൾ രംഗത്ത് വരുന്നു. അവരാരും പിന്മാറാൻ തയ്യാറാകുന്നില്ല. ക്രൈസ്തവ പ്രാതിനിധ്യം എന്ന് പറയുമ്പോൾ തന്നെ ക്രൈസ്തവ പ്രാതിനിധ്യത്തിന്റെ ഭാഗമായി 3 പേർ അവകാശവാദം ഉന്നയിക്കുന്നു. അങ്ങനെ ഒരു തരത്തിലും ഈ ഒരു ഘട്ടത്തിൽ തലപ്പത്ത് അഴിച്ചുപണി നടത്താൻ കഴിയാത്ത തരത്തിലേക്ക് അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം എത്തിയ പശ്ചാത്തലത്തിലാണ് തൽസ്ഥിതി തുടരുകയെന്നൊരു തീരുമാനം അവർ വീണ്ടും അരക്കെട്ടുറപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഹൈക്കമാൻഡിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലായിരിക്കും വരുന്ന ഒരു വർഷത്തിൽ തലസ്ഥാനത്ത് പ്രത്യേകിച്ച് കേരളത്തിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തുക. അതിനുവേണ്ടി രൺദീപ് സിംഗ് സുർജേവാല ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഒരു നേതാക്കളുടെ പട്ടിക തയ്യാറാകുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അവരുടെ നേതൃത്വത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ, തെരഞ്ഞെടുപ്പ് പ്രചാരണ തന്ത്രങ്ങൾ ആവിഷ്കരിക്കൽ, അതടക്കമുള്ള സമൂഹ മാധ്യമ ഇടപെടലുകൾ ഉൾപ്പെടെ നടത്തുന്നത് ഹൈക്കമാൻഡിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലായിരിക്കും. അതുമായി ബന്ധപ്പെട്ട അവസാനവട്ട ഒരുക്കങ്ങൾ ഹൈക്കമാൻഡുമായി ബന്ധപ്പെട്ട ദേശീയ നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. കേരളത്തിൽ എന്തായാലും KPCC അധ്യക്ഷനെ മാറ്റില്ല എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടാവും. തൽക്കാലത്തേക്കെങ്കിലും ഇക്കാര്യത്തിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ സുധാകരൻ തുടരുമെന്നതാണ്. ഇതിനിടയിൽ DCC തല പുനഃസംഘടനയ്ക്കും സാധ്യതയുണ്ട്.